വെടികൊണ്ടോന്റെ കാലമ വെട്ടും കൊണ്ട് എന്ന് പറഞ്ഞ മാതിരി കോഴി കുകുമ്പോ നീണിച്ചിട്ട് കൂലിപ്പണിക്കിറങ്ങി ആ കുന്നിന്റെ മുകളിൽ ഒരു കെട്ട് തോല് പാടത്തേക്ക് അവിടുന്ന് കണ്ട് പോരുമ്പോ ഒരു കെട്ട നെല്ലോന്റെ മുറ്റത്തേക്ക് അങ്ങനെ ആണ്ടും കൊണ്ടും ചോടേറ്റിട്ട് 10 നടന്ന ആ പള്ളിക്കത്തലിന് 10 മണിയാവുമ്പോ ഒരു തള്ളക്കയില് കഞ്ഞിയും ഒരു കുഞ്ഞിക്കയില് ചക്കട കൂട്ടാൻ നെല്ല് വേങ്ങന അടുപ്പത്ത് കിടന്നിട്ട് ആദനാട്ടക്കാലത്തിൽ തളിച്ചു മറിയണ കഞ്ഞി അണ്ണാക്കുന്ന് ഇറങ്ങണതിന് മുമ്പ് തന്നെ അരച്ചാക്ക അടക്കിയും ഒരു ചുണ്ടാങ്കത്തി മുന്നിക്ക് കുടിച്ച കഞ്ഞി പള്ളി തഞ്ചുമ്പോത്തിന് അടക്ക പൊളിച്ച് തീർത്തിട്ട് തോലും കട്ടേറ്റ് പാടത്ത് കാണ്ടന്റെ മണ്ടണം അവിടുന്ന് ഇങ്ങോട്ട് നെല്ലും കട്ടേറ്റ് ഇങ്ങോട്ട് കുടിയേക്ക് ഇങ്ങോട്ടും മണ്ടണം അങ്ങനെ വൈകുന്നേരമാവോളം മണ്ടിയിട്ട് പള്ളിയടാ ഇരുട്ടാവോളം പണിയെടുത്ത അന്ന് ഒരു ദിവസം കിട്ടണ കൂലി 3 നെല്ല്. ഈ കൂലി കുടി കൊണ്ടേ കുത്തിച്ചേറി തീമട്ട് ബന്ധിട്ട് 9 ആള് മുക്കി കുടിച്ചുമ്പോത്തിന് അന്തിക്ക് കരിങ്കോ ഇങ്ങനെ കുഗ്ഗും. ഒരു ഈസ്ത കൂലി ഒരു നേരം തിന്നാൻ തയ്യില്ല. അപ്പോഴാണ് മുസീബത്തിന്റെ മൂലിക്കുട്ടി മൂത്താപ്പാനും കുത്തിമറിച്ചു എന്ന് പറഞ്ഞ മാതിരി വസൂരിയും തലമത്തട്ടിയും മലമ്പനിയുള്ള നാട്ടിൽ കൂട്ടിപ്പിടിച്ച് കൂട്ടാൻ കൊടുക്കുന്ന കുട്ടികൾ തൊടുവായ തൊടുവില് മൊയ്മന്നങ്ങാടിയുടെ കലം സുബൈക്ക് നീണിച്ചു പോയിട്ട് ഏത്തക്കൊട്ട പിടിച്ച് വലിച്ചിട്ട് 1.5 കണ്ടം പുഞ്ചക്ക് വെള്ളം തേയിട്ട് പിന്നെ 8 തെങ്ങുംപാടെ തുറന്നാ അന്നൊരു ദിവസത്തെ കൂലി കിട്ടും 1.5 അടങ്ങായി നെല്ല് ഒരു മുറി ചക്ക. നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മളെ കാരണന്മാര് കടങ്ങറായ 1960-ലെ മലബാറിന്റെ അവസ്ഥയാണ് നിങ്ങൾ കേൾക്കണത്. ഈ പട്ടിണിയും പരിവട്ടമുള്ള നാട്ടിലെ കുട്ടികൾക്ക് ഓത്തുപള്ളിയിലെ മൊല്ലാക്ക കേറൽ ചോർത്ത് പോയിട്ട് ചൗടിമണ്ണെടുത്തിട്ട് അത് മൂച്ചിപ്പലകം അങ്ങനെ തേച്ചിട്ട് ഓത്തുപള്ളിയിൽ വെച്ച് കുട്ടികൾക്ക് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും. അലിഫിന് പുള്ളില്ല, ബാഗിനൊരുള്ളി തായെ, താഗിന് 2 ഉള്ളി മേലെ, ഹാഇന് പുള്ളില്ല, ജീവിനൊരുള്ളി തായെ. ഇങ്ങനെ കട്ടപ്പെട്ട് നട്ടം തിരിയണ കാരണന്മാരടിയേക്കാണ് ആ പുതിയ വിവരം എത്തുന്നത്. കരകാണാ കടലിന്റെ അക്കരെ അറബി നാട് എന്ന് പറയുന്ന ഒരു നാടുണ്ടെന്നും അവിടെ അറബി പൊന്നുണ്ടെന്നും അവിടേക്ക് ലാഞ്ചിക്ക് ആളെ കൊണ്ടുപോകാൻ ആളുണ്ട് എന്നുള്ള വിവരം അപ്പോഴാണ് ഓല അറിഞ്ഞെത്തുന്നത്. അങ്ങനെ താളും തവരും ചാമച്ചോറും തിന്നും അടുത്ത നാട്ടിൽ നിന്ന് കജ്ജുമ്പ തലക്കൈക്കോട്ട് പിടിച്ച് തയമ്പുള്ള ഒരു 5-6 ചെറുപ്പക്കാർ അവരെ നാട്ടുകാരോടും വീട്ടുകാരോടും കൂട്ടുകാരോടും മക്കളോടൊക്കെ സലാം പറഞ്ഞിട്ട് കടൽ വൈക്ക് ലാഞ്ചിക്കാണ്ട് കയറിപ്പോയിട്ട് 5-6 മാസത്തിന് യാതൊരു വിവരമില്ലാത്ത സമയത്താണ് അൽഹംദുലില്ലാ അറബ് നാട്ടിൽ നിന്ന് അത്തറിന്റെ മണമുള്ള ഒരു കത്ത് നമ്മളെ മലപ്പുറത്ത് ആദ്യമായിട്ടുണ്ട് എത്തുന്നത്. അവിടുന്നാണ്ട് ഒരു കത്തിക്കേരലായിരുന്നു നമ്മൾ ചൂട്ടുമ്പോ പെട്രോൾ തേച്ചമാര്. ഇന്നിപ്പോ ഈ 2018 ലക്ഷക്കണക്കിന് ആളാണ് നമ്മളെ നാട്ടിൽ നിന്ന് പ്രവാസത്തിന്റെ ചൂടും ചൂരും അറിയുന്നത്. ചുരുക്കി പറഞ്ഞാല് ഓത്തുപള്ളി ഉണ്ടായിരുന്നതൊക്കെ മദ്രസായി, സ്കൂൾ ഉണ്ടായിരുന്നതൊക്കെ കോളേജായി, കോളേജ് യൂണിവേഴ്സിറ്റികളായി, വലിയ വലിയ പള്ളികൾ വന്നു നമ്മളെ നാട്ടില്, ഇഫ്ള് കോളേജുകൾ വന്നു. അൽഹംദുലില്ലാ എങ്ങനെ നോക്കിയാലും ഈ നാട്ടിലുള്ള ഒരൊറ്റ നട മുതലുണ്ടെങ്കിൽ അത് മുഴുവൻ പ്രവാസിയുടെ ചൂടും ചൂരും വയർപ്പിന്റെ ഒരു ചൂരയും എന്തായാലും ഉണ്ടാവും. ഇന്ന് നമ്മളെ നാട്ടിൽ ഹലാക്കിന്റെ പെരുമയും പേമാരും വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആൾക്ക് ഒലിച്ചുപോയി, എല്ലാം നഷ്ടപ്പെട്ടപ്പോ നിങ്ങൾ പണിയെടുക്കണ മുഹബത്തോട് നിങ്ങളെ നാട്ടിൽ ആ രാജാവ് പറയാണ് 700 കോടി നിങ്ങളെ നാട്ടിലേക്ക് ഞാൻ തരികയാണ്. ഇതൊക്കെ നിങ്ങളെ പ്രവാസത്തിന്റെ ഒരു ബാക്കിയായിട്ടാണ് നമ്മളിവിടെ കണക്കൂട്ടുന്നത്. എന്തായാലും